ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ഒരു ഗംഭീര വിജയമാണ് ഫ്രഞ്ച് കരുത്തരായ PSG സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്റർ മിലാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് വിട്ടുകൊണ്ടാണ് PSG കന്നി UCL കിരീടം നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഇന്റർ മിലാന് ഒരു അവസരം പോലും നൽകാൻ PSG തയ്യാറായിരുന്നില്ല. ഗോൾ അടിച്ചു കൂട്ടുകയായിരുന്നു. നിരന്തരം ആക്രമണങ്ങൾ നെയ്ത PSG അർഹിച്ച ഒരു വിജയം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 2 ഗോളുകളാണ് PSG നേടിയിരുന്നത്. അഷ്റഫ് ഹക്കീമിയും അതുപോലെ തന്നെ ഡിസൈറെ ഡുവയും ഗോൾ നേടി. പിന്നീട് 63-ാമത്തെ മിനിറ്റിലും ഡിസൈറെ ഡുവയുടെ ഒരു ഗോൾ പിറന്നു. പിന്നീട് ക്വാരഷ്കേലിയയാണ് 73-ാമത്തെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും അവസാനത്തിൽ സെന്നി അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഇങ്ങനെ 5 ഗോളുകൾ PSG സ്വന്തമാക്കുകയായിരുന്നു. എല്ലാ താരങ്ങളും ഒരുപോലെ മിന്നുന്ന പ്രകടനമാണ് PSG വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത്. ഡെംബലെ 2 അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. വീറ്റീഞ്ഞ അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഗോളുകൾക്ക് പുറമെ ഡിസൈറെ ഡുവയും ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ താരങ്ങളുടെയും ഒരു എഫേർട്ടിൽ നിന്നാണ് PSG ഈ ഒരു കിരീടം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്റർ മിലാൻ ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. നെയ്മർ ജൂനിയർ നമുക്കറിയാം PSG ഒരു ലെജൻഡ് ആണ്. അദ്ദേഹം ഇപ്പോൾ PSG അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നമുക്ക് അത് കാണാൻ കഴിയും. PSG കിരീടം ഉയർത്തുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ് നെയ്മർ ജൂനിയർ ചെയ്തിട്ടുള്ളത്. ഏതായാലും കന്നി കിരീടം നേടുമ്പോൾ അവിടെ എടുത്തു പറയേണ്ടത് അവരുടെ പരിശീലകനായ ലൂയിസ് എൻറിക്കെ തന്നെയാണ്. നെയ്മറും മെസ്സിയും എംബപ്പയും ഇല്ലാത്ത ഒരു ടീമിനെ ലോകത്തെ ഏറ്റവും മികച്ച ടീമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് പരിശീലകനായ ലൂയിസ് എൻറിക്കയ്ക്ക് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.